ബിരിയാണിയെ കടത്തിവെട്ടി ഇപ്പോൾ സ്ഥാനം പിടിക്കുന്ന ഒന്നാണ് കിഴി ബിരിയാണി. ബിരിയാണി ഇഷ്ടമല്ലാത്തവരെ പോലും തൻ്റെ ആരാധകരാക്കി മാറ്റുന്ന കിഴി ബിരിയാണി തയ്യാറാക്കാനായി ഞാനിവിടെ നല്ല നീളത്തിലുള്ള 1.5 കപ്പ് ബിരിയാണിയായി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തരത്തിൽ അരിഞ്ഞെടുത്ത സവാള ആവശ്യമാണ്. ഒന്ന് വീതിക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതും മറ്റേത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതും. ബിരിയാണി തയ്യാറാക്കാനായി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുക്കുന്ന എണ്ണയുടെ അതേ അളവിൽ തന്നെ നെയ്യും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയ സ്റ്റേജിൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഉണക്കമുന്തിരി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള നമുക്കൊരു ഫുൾ ബ്രൗൺ സ്റ്റേജിലാണ് വേണ്ടത്. മുഴുവൻ മൊരിയുന്നതിന് മുൻപ് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് കുറച്ചു നേരം മാറ്റി വെച്ചിരുന്നാൽ നമ്മുടെ പാകത്തിനുള്ള സവാള നമുക്ക് ആയി കിട്ടുന്നതാണ്. ഞാനിവിടെ ഈ ഒരു സ്റ്റേജിലാണ് സവാള മാറ്റി വെക്കുന്നത്. നമുക്കിനി എണ്ണയിലേക്ക് കഴുകി തോർത്തി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ചോറ് വെന്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്ക് തീ അണച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഷണങ്ങളാക്കിയ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റാൻ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറിയ ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയില ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില ചേർത്ത് ഒട്ടും വൈകാതെ തന്നെ നമുക്കിതിലേക്ക് വേസ്റ്റ് കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ചിപ്പി ചേർത്ത് കൊടുക്കാം. ചിപ്പിയിട്ടെന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ അളവിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് നല്ലവണ്ണം ഇളക്കി ചിപ്പിയിലേക്ക് മസാല പിടിച്ച ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി അരി വേവിക്കാനായി അരിയുടെ ഇരട്ടി അളവിൽ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കിഴി തയ്യാറാക്കാനായി വൃത്തിയുള്ള ഒരു കഷ്ണം തുണിയിലേക്ക് തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഒരു കിഴി കെട്ടിയെടുക്കാം.
കിഴി വെള്ളത്തിലിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം വെള്ളത്തിലേക്ക് അരി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം വറ്റി ചോറ് തയ്യാറായ ശേഷം കിഴി നമുക്കിതിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി തയ്യാറാക്കിയ ചിപ്പിയിലേക്ക് ഒരു കഷ്ണം നാരങ്ങ നീരും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള കൈകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. കിഴി കെട്ടാനായി ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് നമുക്ക് ആദ്യം കിഴി കെട്ടാൻ ആവശ്യമായ ചോറ് ചേർത്ത് കൊടുക്കാം. ഓരോ പാളിയായി വേണം നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാനായിട്ട്. ചോറ് ചേർത്തതിന് പുറകെ ഓരോ പാളിയായിട്ട് നമുക്ക് ചിപ്പിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും വറുത്തെടുത്ത് വെച്ച ഉള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് പുറകെ വറുത്തെടുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണ്ടുന്ന ചോറിൻ്റെ അളവിനനുസരിച്ച് 2-3 പാളിയായി ആവശ്യമുള്ള ചോറ് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഇതുപോലെയൊരു 3 കിഴിപ്പൊതി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോ പാളിയായി ചോറും ചിപ്പി മസാലയും എല്ലാം വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കാനായി 2 സ്പൂൺ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും 2 തുള്ളി റോസ് വാട്ടറും ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായൊരു കിഴി കെട്ടി ആവിപാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ നമ്മുടെ കിഴി ബിരിയാണി തയ്യാർ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.